അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാർ, പ്രിയ കൂട്ടുകാർ, നിശ്ചിതവും പരിമിതവുമായ ഈ വേദിയിൽ മലയാളിയിൽ മലയാളത്തിൻ്റെ അംശം എത്ര എന്ന ഒരു വിഷയമാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. സമകാലീന മലയാള ഭാഷയുടെ അവസ്ഥയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നാം ഓരോരുത്തരും നമ്മെ അടയാളപ്പെടുത്തുന്നത് ഞാൻ ഒരു മലയാളി എന്നാണ്. ലോകത്ത് തന്നെ 3.8 കോടി ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകളിലൊന്നാണ് മലയാളം. ലോകത്ത് തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷകളിൽ 15ാമത്തെ സ്ഥാനം മലയാളത്തിനുണ്ടെന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ന് ഗൂഗിൾ, യൂട്യൂബ്, വിക്കിപീഡിയ തുടങ്ങി എല്ലായിടങ്ങളിലും മലയാളം ഒരു പ്രാബല്യ ഭാഷയായി മാറിക്കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനങ്ങളിലൊന്നിൻ്റെ ഭാഷ മലയാളം. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ മലയാള ഭാഷയ്ക്ക് നമുക്ക് ഒരുപാട് സവിശേഷതകളെ, ഗുണങ്ങളെ പറയാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു മറുപുറം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് മലയാളികൾക്കിടയിൽ തന്നെ മലയാളം സംസാരിക്കുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SSLC പഠനം പൂർത്തിയായ ഒരു വിദ്യാർത്ഥി പോലും ശുദ്ധമായി തെറ്റുകൂടാതെ ഒരു പേജ് മലയാളത്തിൽ എഴുതാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്ന് ചില വാർത്തകൾ വന്നിരുന്നു. ഇവിടെയാണ് നാം മലയാള ഭാഷയുടെ ഭാവിയെ വളരെ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നത്. തൊഴിൽ, സാമൂഹിക മാധ്യമങ്ങൾ, സാങ്കേതിക വിദ്യ എല്ലായിടത്തും ഇന്ന് മലയാള ഭാഷയെ ഒരു രണ്ടാം കിടയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കമ്പോളവൽക്കരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ഇംഗ്ലീഷ് മീഡിയങ്ങളെ പ്രാധാന്യമുള്ളതായി ചിത്രീകരിക്കുമ്പോൾ, അതിനെ മൂല്യമുള്ളതായി പൊതുസമൂഹങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ, അത്തരം കലാലയങ്ങളിൽ മലയാളം സംസാരിക്കുന്നതിന് പിഴ വരെ ചുമത്തുന്നത് പുതുതലമുറയിൽ മലയാള ഭാഷയോടുണ്ടാക്കുന്ന അവജ്ഞ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നവനാണ് വിദ്യാഭ്യാസമുള്ളവൻ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവനാണ്, ഇംഗ്ലീഷ് പഠിച്ചാലാണ് ജോലി ലഭിക്കുക എന്ന ഒരു ചിന്ത ജനങ്ങളിൽ വളർത്തിയെടുത്തതിൽ ഇത്തരം കമ്പോള താല്പര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. മലയാള ഭാഷയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ലിപി ഒന്നാണെങ്കിലും സംസാരം വ്യത്യസ്തമാണ്. കേരളത്തിൽ 14 ജില്ലയിലും 14 സംസാര രീതികൾ, അതിൽ തന്നെ ഭാഷാഭേദങ്ങളെ നമുക്ക് വേറെയും കാണാം. നാം ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും മലയാളത്തെ മറ്റൊരു തരത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സാരം. ഒരു ഭാഷ ശക്തിപ്പെടുന്നതിന് അതിന് മുഖ്യമായ ഒരു കാരണമാണ് അന്യഭാഷാ പദങ്ങൾക്ക് തത്തുല്യമായ പദപ്രയോഗങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ നമ്മുടെ മലയാള ഭാഷ ഇന്ന് വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ കാണാം, 2 പേർ സംസാരിക്കുന്നിടത്ത് ഇന്ന് മലയാള ഭാഷ കൊണ്ട് മാത്രം ആ സംസാരം പൂർത്തിയാക്കാൻ, വെറും മലയാള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സംസാരം പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു വിശേഷം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അന്യഭാഷ ആധുനിക സാങ്കേതിക പദപ്രയോഗങ്ങൾക്ക് തുല്യമായ പദങ്ങൾ നമ്മുടെ മലയാളത്തിൽ അതിൻ്റെ അഭാവമാണ്. അത്തരം പദങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മലയാളികൾ പിറകോട്ട് പോയിട്ടുണ്ട് എന്നത് തന്നെയാണ്. നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ന് ലോകമെമ്പാടുമുള്ള, ലോകത്തെവിടെയെങ്കിലും ഒരു മലയാളി നേട്ടം കൈവരിക്കുമ്പോൾ നവമാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മലയാളി പൊളിയാണെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ മലയാളികൾ പോലും സ്വജീവിതത്തിൽ എത്രത്തോളം ഈ മലയാളത്തെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നത് ഒരു ചിന്താർഹനീയമാണ്. എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് മലയാളം സംസാരിക്കാൻ പോലും അറിയില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന രക്ഷിതാക്കൾ ഉള്ളിടത്താണ് ഇന്നത്തെ മലയാളത്തിൻ്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ മറ്റു ഭാഷകളെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തുന്നത് ഒരു നല്ല സംസ്കാരത്തെയും മൂല്യങ്ങളെയുമാണെന്ന തിരിച്ചറിവ് രക്ഷിതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. 14 ജില്ലകളിലും വ്യത്യസ്ത സംസാര രീതി എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇവിടെയാണ് മഹാകവി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത പ്രശസ്തമാകുന്നത്. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും 1 മലയാളം, 1 മലയാളിക്കും മലയാളമില്ല എന്ന കവിത ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
ഇങ്ങനെ നോക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ഭാഷയോട് കൂറു പുലർത്തുന്നവരായി മാറേണ്ടതുണ്ട് എന്നതാണ്. ഒരിക്കൽ മഹാനായ പി കുഞ്ഞിരാമൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചപ്പോൾ ഇത് നേടുന്നതിനായി ഡൽഹിയിലെത്തിയ അദ്ദേഹം അത് സ്വീകരിക്കുന്ന വേളയിൽ തൻ്റെ പേര് മലയാളത്തിൽ എഴുതി കയ്യൊപ്പ് ചാർത്തുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, മലയാളമല്ല ഇംഗ്ലീഷിൽ കയ്യൊപ്പ് ചാർത്തണമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇവിടെ എത്തിയത്, എന്നെ ഇവിടെ എത്തിച്ചത് ഈ ഭാഷയാണ്. ഈ ഭാഷയെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം തൻ്റെ ഭാഷാഭിമാനം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് മുന്നിൽ അവരുടെ വാശി അവർക്ക് പിടിവിടേണ്ടി വന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ഇത്തരത്തിൽ ഇതിന് നമ്മൾ ചിന്തിക്കാനുള്ളത്, നാം ഓരോരുത്തരും നമ്മുടെ ഭാഷയോട് കൂറു പുലർത്തണം. കേവലം ഒരു കുടിയേറ്റക്കാരിൽ നിന്നും രൂപപ്പെട്ട ഒരു ഭാഷ ഇന്ന് ലോക ഭാഷകളുടെ നെറുകയിലേറി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മലയാള ഭാഷ എങ്ങും എത്താതെ പോകുന്നതിൻ്റെ ഉത്തരവാദികൾ മലയാളികളായ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് വേണം. ഇന്ന് നമ്മുടെ ഔദ്യോഗിക തലങ്ങളിൽ പോലും മലയാളത്തെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുരേഖകളിൽ പോലും ഇന്ന് ഇംഗ്ലീഷുകളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു പറയണം, മാതൃഭാഷ പഠിക്കാത്തവന് പോലും ഇന്ന് നമ്മുടെ നാടുകളിൽ ബിരുദം നേടാൻ സാധിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമ്മൾ തന്നെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഭാഷയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ഭാഷയെ ഇല്ലാതാക്കി കൊണ്ടുപോയിരിക്കുന്നതിലേക്കാണ്. യുനെസ്കോയുടെ ഒരു കണക്ക് പ്രകാരം വരും കാലങ്ങളിൽ ലോകത്തെ പല ഭാഷകളും എടുത്തുപോകുമെന്ന് പറയുന്നു. ഇതിൽ ഒരു ഭാഷയായി മലയാളം പെടുന്നതും പെടാതിരിക്കുന്നതും അത് മലയാളിയുടെ കൈകളിലിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഈ ഭാഷയെ എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം ഈ ഭാഷയ്ക്ക് നിലനിൽപ്പുണ്ടാകും. നാം ഈ ഭാഷയെ മാറി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മംഗ്ലീഷാണ്. മലയാളത്തെയും ഇംഗ്ലീഷിനെയും ചേർത്ത് വെച്ചൊരു ഭാഷയെയാണ് നമ്മൾ ഇന്ന് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മലയാള ഭാഷയെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് അത് നമ്മൾക്കുണ്ടാവണം. ഇതിന് നമ്മൾ ഇനി പരിഹാരമായി കാണേണ്ടത്, പുതുതലമുറയിൽ നാം മറ്റു ഭാഷകളെ പഠിപ്പിക്കൽ നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. എന്നാൽ അതോടൊപ്പം മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം മറ്റു ഭാഷകളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ കലാലയങ്ങളിലും എല്ലായിടങ്ങളിലും പ്രാഥമിക ഭാഷയായി മലയാളം എപ്പോഴും നിലകൊള്ളുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഭാഷയ്ക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഈ ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു സംസാര വിനിമയ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമല്ല, നമ്മുടെ സംസ്കാരങ്ങളും മൂല്യങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം കൂടിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നാം നമ്മുടെ ഭാഷയെ അതിനെ ഇവിടെ എക്കാലത്തും നിലനിർത്തണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യഭാഷാ പദങ്ങൾക്ക് തുല്യമായ മലയാള പദങ്ങളെ നമ്മൾ കൊണ്ടുവരികയും പുതുതലമുറയിൽ ഇതിനെ വേണ്ടുവോളം ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ദേശത്തോടുണ്ടാകുന്ന അഭിമാനം പോലെ നാം ഭാഷയോടും അഭിമാനം പുലർത്തണം. അത്തരത്തിൽ ഉള്ള നടപടികൾ നമ്മുടെ തുടർ ജീവിതങ്ങളിൽ നാം കൊണ്ടുവരണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.